ആട് 3 വൺ ലാസ്റ്റ് റൈഡ്. മിഥുൻ മാനുവൽ തോമസ് ആട് സീരീസിൻ്റെ അവസാന ഭാഗം എന്ന നിലയിൽ ഒരു സിനിമയായിട്ട് വരുന്നുണ്ട്. സിനിമയുടെ എഴുത്ത് ആരംഭിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ആട് 3 വൺ ലാസ്റ്റ് റൈഡ് എന്നൊരു പോസ്റ്റും ഒരു ലാപ്ടോപ്പും അതുമായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആട് സീരീസിലെ അവസാനത്തെ സിനിമയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം അതായത് അവർ തരുന്ന ഒരു സൂചന എങ്ങനെയാണ്, ഏകദേശം നമുക്ക് ആട് സീരീസിനെ കുറിച്ച് അറിയാം. ആട് ഫസ്റ്റ് എന്ന് പറയുന്ന സിനിമയായിട്ട് മിഥുൻ മാനുവൽ തോമസ് ആദ്യമായിട്ട് സിനിമാ സംവിധായകനായിട്ട് വരികയും അതിനുശേഷം ആ സിനിമ റിലീസാവുകയും തിയേറ്ററിൽ വൻ പരാജയമാവുകയും ചെയ്ത സിനിമ പിന്നീട് അതിൻ്റെ CD അന്ന് DVD CD ഇറങ്ങിയ സമയമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള പ്രിൻറ്റുകൾ വന്ന സമയത്താണ് ആ സിനിമ വൻ ഹിറ്റ് ആവുകയും, അതായത് ഇപ്പം നമ്മൾ തിയേറ്ററിൽ പരാജയമാകുന്ന സിനിമ OTT ഹിറ്റാകുന്നെന്ന് പറയുന്ന പോലെ ആടെന്ന സിനിമ വൻ വിജയമായി തീർന്നത് അതിൻ്റെ CD മറ്റും റിലീസായതിനു ശേഷമാണ്. അതൊരു വൻ ഹിറ്റായി. തിയേറ്ററിൽ ഫ്ലോപ്പായ സമയത്ത് തന്നെ സംവിധായകൻ പറഞ്ഞതാണ്, സംവിധായകൻ്റെ സകല കോൺഫിഡൻസും അദ്ദേഹത്തിന് തകർന്നു പോയി. കാരണം ഒന്നുമല്ല, അദ്ദേഹം തിരക്കഥ എഴുതി ഒരു സിനിമയായിട്ട് നേരെ എന്നത് പ്രൊഡ്യൂസറുടെ അടുത്താണ്. പ്രൊഡ്യൂസർ അവസാനം ആ സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സംവിധായകനാകാനുള്ള കഴിവുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല, സംവിധാനം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പ്രൊഡ്യൂസർ കൊടുത്ത ധൈര്യത്തിന് പുറത്ത് സംവിധാനം ചെയ്യുകയും ആ സിനിമ തിയേറ്ററിൽ വരികയും അത് വൻ ഹിറ്റാവുമെന്ന് വിചാരിച്ചിരുന്ന സിനിമ വൻ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അങ്ങനെയിരുന്നൊരു സാഹചര്യത്തിൽ ആ സിനിമയുടെ CD അവസാനം ഇറക്കിയ സിനിമ വൻ ഹിറ്റാവുകയും ചെയ്തു. അങ്ങനെ ആ സിനിമ ഹിറ്റായപ്പോൾ മുതൽ പ്രേക്ഷകർ ആടിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് വീണ്ടും മിഥുൻ മാനുവൽ എത്തുകയും തിയേറ്ററിൽ അതൊരു വൻ ഹിറ്റാവുകയും ചെയ്തു. സൂപ്പർ ഹിറ്റായി വൻ കളക്ഷൻ നേടുകയും ചെയ്തു. അങ്ങനെ ആ സംവിധായകൻ്റെ ആട് സീരീസിന് ഒരു വൻ പൊന്തോലായി. അപ്പോൾ അങ്ങനെ ആ സിനിമ ഹിറ്റായതിനു ശേഷം ആട് 3 ഉണ്ട്, അത് 3D ആണ് വരുന്നതെന്നുള്ളൊരു പല രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടായിരുന്നു, സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് പല ക്യാരക്ടേഴ്സിന് സ്പിൻ ഓഫുകൾ വരും. അതിൽ ഡ്യൂഡ് എന്ന ക്യാരക്ടറുമായിട്ട് വിനായകൻ്റെ സ്പിൻ ഓഫ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് അതിനെക്കുറിച്ച് ഒരു അനക്കവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ആട് 3 വൺ ലാസ്റ്റ് റൈഡ് എന്ന രീതിയിൽ. അതായത് അതിൻ്റെ അവസാന ഭാഗം എന്ന നിലയിൽ ആ സിനിമ വീണ്ടും എത്തുകയാണ്. അദ്ദേഹം അതിന് ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാം, നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നതാണ് അങ്ങനെ ഒരു സിനിമ. അതൊരു വൻ സംഭവമാണ്. ഷാജി പാപ്പനും അറക്കൽ അബുവും അങ്ങനെ കുറേ ആ ഒരു ടീമിൻ്റെ വരവ് നമുക്ക് തിയേറ്ററിൽ പൂരപ്പുറമാക്കാം, അല്ലെങ്കിൽ ആഘോഷമാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഒരു സിനിമ വീണ്ടും വരികയാണ്. അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ പ്രേക്ഷകർ അത് വൻ രീതിയിൽ തന്നെ ഹിറ്റാകും. കാരണം ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെ എല്ലാവിധ തമാശകളും പ്രേക്ഷകർ ഒരുപാട് ആസ്വദിച്ച് ചിരിച്ചിട്ടുള്ളതാണ്. വീണ്ടും ആ സിനിമ കാണാൻ, അതായത് ആട് ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും വീണ്ടും കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ആ സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം വരുമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വൻ സംഭവമായിട്ട് തന്നെയാണ്. അതെന്തായാലും വരുമ്പോൾ അത് ഈ 1ഉം 2ഉം വന്ന പോലെ ആയിരിക്കില്ല, അതൊരു വൻ വേട്ടയ്ക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം മുതിർന്നവർ മുതൽ പ്രായമായവർ മുതൽ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ആടിലെ ഷാജി പാപ്പനും കൂട്ടരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതേ ഷാജി പാപ്പൻ്റെയും കൂട്ടരുടെയും വരവിനായിട്ട്. ആ സിനിമ വൻ ഹിറ്റാവും എന്ന് വിചാരിക്കുന്നു. കാരണം മിഥുൻ മാനുവൽ തോമസ് ഒന്നും കാണാതെ മുന്നോട്ടേക്ക് ഇറങ്ങത്തില്ല. സിനിമ ഹിറ്റാവും തന്നെ പ്രതീക്ഷിക്കാം. ആളുകൾ കൂടുകൂടാ ചിരിക്കാൻ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുമെന്ന് നമുക്ക് വിചാരിക്കാം.